നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് ഉന്നക്കായ. അതിനായിട്ട് അധികം പഴുക്കാത്ത ഏത്തപ്പഴം വേണം എടുക്കാനായിട്ട്. ഒരുപാട് പഴുത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉന്നക്കായ നന്നായിട്ട് കിട്ടുകയില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുശേഷം നന്നായി തണുത്ത് കഴിഞ്ഞാൽ ഒരു പൊട്ടാറ്റോ മാഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് ഉടച്ചെടുക്കണം. ഒരുപാട് അങ്ങ് സ്റ്റീം ചെയ്തെടുക്കേണ്ട, ഒരാവി വന്നാൽ മതിയാകും. ശകലം പോലും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ വേണം ഇത് ഉടച്ചെടുക്കാനായിട്ട്. കയ്യിലേക്ക് ഓയിലോ നെയ്യോ തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അല്പം ബദാമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിലേക്ക് ഈന്തപ്പഴമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു കാഷ്യൂ നട്ട്സ് ഒക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാട്ടോ എടുത്തേക്കുന്നത്. ഇതിലേക്കുള്ള ഏത്തപ്പഴം എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് വേണം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഏലക്ക, ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴത്തിന് നല്ല മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ബോൾസ് ആക്കി എടുക്കണം. കയ്യിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തതിന് ശേഷം ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഉന്നക്കായുടെ ഷേപ്പ് ആക്കിയെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കയ്യിലേക്ക് നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇതാ നമ്മളിപ്പം എല്ലാം ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉന്നക്കായ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഓൾറെഡി ഇത് വെന്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതാ നമ്മളിപ്പം ആദ്യം ഇട്ട് കൊടുത്തതെല്ലാം നന്നായിട്ടത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കുറച്ചുകൂടെ വലിയ കടായി ആണെങ്കിൽ എല്ലാം കൂടെ ഒരു തവണയിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇത് ചെറുതായതുകൊണ്ടാട്ടോ 2 തവണയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയും കൂടാണ്. പ്രത്യേകിച്ച് ഇതിൽ ഫില്ലിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് ടേസ്റ്റ് കൂടും. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടോടെ ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്